സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഭാരത് ജോഡോ ന്യായ യാത്രയെ തടയാനുള്ള അസം സർക്കാരിന്റെ ശ്രമം യാത്രയുടെ സന്ദേശം ജനങ്ങളിലേക്ക് കൂടുതൽ എത്താൻ സഹായിച്ചുവെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് യാത്ര തടയുന്നത് എന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. ബാരിക്കേഡ് മറച്ചിട്ട പ്രവർത്തകരെ അഭിനന്ദിച്ച് രാഹുലിനെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിർദ്ദേശിച്ചിരിക്കുന്നു. അസമിൽ കാണുന്നത് അമിത്ഷായുടെ പ്ലാനാണോ അതോ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈഗോയോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ്, BJP വക്താവ് BG വിഷ്ണു, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചൂടി എന്നിവർ. ആദ്യം ഷമാ മുഹമ്മദ്. ഷമ, ഈ യാത്ര അസമിൽ ഇങ്ങനെ തടയുന്നത് അത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്യുന്നതാണ് എന്നാണ് അങ്ങനെ ആരോപിക്കാൻ കാരണമെന്താ? ഇത് ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ഈ അസമിൽ ഞങ്ങളിപ്പം മറ്റേ സംസ്ഥാനത്തിലെല്ലാം പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഭാരത് ജോഡോ യാത്ര കേരളയിൽ ഉണ്ടായിട്ടുണ്ട്, മധ്യപ്രദേശിൽ കുറേ സംസ്ഥാനത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് എത്തുന്ന സമയത്താണ് യാത്രയുടെ നമ്മൾ തുടങ്ങിയത്. ഈ സമയത്ത് ഇത് അപ്പോൾ അതൊരു ഭയങ്കര സക്സസ്സാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ജനങ്ങൾ അത് അവർ മീഡിയയിൽ കാണിക്കാത്തതുകൊണ്ടാണ്. ജനങ്ങൾ അവിടെ ഭയങ്കര ക്രൗഡാണ്. ഒരു ചെറിയ ഉദാഹരണം തരാം. ഒരു യൂണിവേഴ്സിറ്റിയിൽ അസാമിൽ പോയായിരുന്നു, എല്ലാം കിട്ടി പെർമിഷൻ, പിന്നെ ക്യാൻസൽ ചെയ്തു പെർമിഷൻ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റാത്തത്? എവിടെയാണ് നമ്മളെ ഭരണഘടനത്തിൽ എഴുതിയിരിക്കുന്നത്? ആരായാലും, ഒരു പത്രക്കാരനായാലും ഒരു നേതാവിന് ഒരു യൂണിവേഴ്സിറ്റി പോകാൻ പറ്റില്ല, അവരോട് സംസാരിക്കാൻ പറ്റില്ല. എവിടെ എഴുതിയിട്ടുണ്ട് അത് അവർ വിട്ടില്ല. ഇന്നലെ മറ്റേ അമ്പലത്തിൻ്റെ ഇതായിരുന്നു അയോധ്യയിൽ, രാം മന്ദിറിൻ്റെ. അപ്പോൾ രാഹുൽജി പറഞ്ഞു എനിക്ക് അവിടുത്തെ ഒരു വലിയ അറിയപ്പെടുന്നൊരു അമ്പലത്തിൽ പോകണമെന്ന്. അതിന് ആദ്യം കൊടുത്തു പെർമിഷൻ, പിന്നെ പറയാം 3 മണിൻ്റെ ശേഷം. അപ്പോൾ ഗൗരവ് ഗൊഗോയിൽ ഞങ്ങൾ MP, അവിടുത്തെ അസാമിലെ MP മുന്നേ പോയി അവിടെ പോയാലും അദ്ദേഹം പറയാം 10 മണി വരെ, 8 മണിൻ്റെ ആദ്യം 8 മണിൻ്റെ സമയം കൊടുത്തത്. 10 മണി വരെ ആരുമില്ല അവിടെ. അവർ പറഞ്ഞു സെക്യൂരിറ്റീസ്ക്ക് ഭയങ്കര ആളുണ്ടാവുന്നു, ആരും ഉണ്ടായിട്ടില്ല അവിടെ. അപ്പോൾ എന്തുകൊണ്ട് ആ പെർമിഷൻ അനുവാദം കൊടുത്തില്ല? അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ അമിത്ഷായുടെ നിർദ്ദേശം അല്ലാണ്ട് ആരെ നിർദ്ദേശം ഇത്? അതിലെ നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ് അസമിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അസം ഒരു വലിയ സംസ്ഥാനമാണ്. മറ്റേ അരുണാചലും മേഘാലയയിലെ സൈസ് നോക്കുമ്പോൾ ആസാം കുറച്ച് വലുതാണ്. അപ്പം അവിടെ രാഹുൽജിയുടെ പോപ്പുലാരിറ്റി നല്ല കൂടുതലാകുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പം ആ വിഷയം കൊണ്ടിട്ട് അവർക്കിപ്പം ഇത് മറ്റേ കാര്യങ്ങളിലെ മീഡിയയിൽ നിർത്താൻ പറ്റും. പക്ഷെ ഇത് ഞങ്ങളെ സ്വന്തം ഇതുണ്ട്, അത് ട്വിറ്ററിൽ ഉണ്ടാകാൻ പറ്റും, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നുണ്ട്. അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു നറേറ്റീവ് ഉണ്ട് BJPയുടെ. ആ നറേറ്റീവിന് പുറത്ത് മാറ്റേണ്ടിയിട്ടാണ് അവരിത് തടസ്സം വെക്കുന്നത്. FIR വരെ ഉണ്ട്. കുറേ പേര് മേലെ ബൈജുവിൻ്റെ മേലെ വരെ FIR ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റിന് അടി കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എവിടെയാ ജനാധിപത്യം? അവിടെ രാഹുൽജി തന്നെ പറയുന്നുണ്ട്, JP നദ്ദ ചെയ്തിട്ടുണ്ട് അവിടെ യാത്ര. അപ്പം അവർ പറഞ്ഞു രാഹുൽജിനോട്, നിങ്ങൾക്ക് അസാമിൻ്റെ മെയിൻ റോഡ്സിൽ കയറാൻ പറ്റില്ല, ബ്ലോക്ക് ചേരും, നിങ്ങൾ NH എടുക്കണമെന്ന്, റിംഗ് റോഡ് എടുക്കണമെന്ന്. പക്ഷേ അതിന് മുമ്പേ എല്ലാം യാത്ര ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റേ സംസ്ഥാനത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, JP നഡ്ഡ അവരുണ്ടായിട്ടുണ്ട്, VHP ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോർമലാണ്. ഞങ്ങളിപ്പം 2-3 ദിവസമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ യാത്രക്ക് എല്ലാ സംസ്ഥാനത്തിലും വഴി ഉണ്ടാക്കി തരും. ഞാൻ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. ന്യായ യാത്രയല്ല, മറ്റു യാത്രയില്ല. അപ്പം ഞങ്ങൾക്കറിയാം എവിടെയെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്, എല്ലാ സംസ്ഥാനത്തിലും മെയിനായിട്ടുള്ള റോഡ് പോകും. പക്ഷെ അവർ വഴി അവിടെ ബ്ലോക്ക് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ആ വഴി തുറക്കും. അത് നോർമലാണ്. അപ്പോൾ അതെന്തിനാ ബ്ലോക്ക് ചെയ്യും? ബിക്കോസ് അവിടെയാണ് ജനങ്ങൾ അറിയുന്നത്. നിങ്ങൾ റിംഗ് റോഡ് പോയാൽ, ഹൈവേയിൽ പോയാൽ ജനങ്ങൾക്ക് നിങ്ങൾ ഇത്ര ഇത് വരില്ലല്ലോ. അപ്പം ആ ആവേശം കുറക്കണ്ടേറ്റ്, ഈ യാത്രക്ക് തടസ്സം വെക്കണ്ടേറ്റ് ചെയ്യുന്നത്. അവർക്കറിയാൻ നെറേറ്റീവ് മാറും. ബിക്കോസ് ഞങ്ങൾ ഈ ന്യായ യാത്ര എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, യുവാക്കൾക്ക് ഇപ്പം തൊഴിലില്ല. സ്ത്രീകളെ മേലെ നിങ്ങൾക്കറിയാം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുർമീത് രാം റഹീം എന്ന് പറയുന്ന ഒരു പ്രതിയുണ്ട് ഹരിയാനയിൽ. അദ്ദേഹം 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 230 ദിവസം പെറോളിലാണ്. ഇപ്പം ഇനിയും അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുക 50 ദിവസം പെറോളിൽ. അദ്ദേഹം ആരാന്നറിയോ? കൺവിക്റ്റഡ് കൊലയാളിയും റേപ്പിസ്റ്റുമാണ്. കൺവിക്റ്റഡ്. വെറുതെ അവിടെ ഇരിക്കുന്നതല്ല, ഒരു കൺവിക്ഷൻ കിട്ടിയ മനുഷ്യനെ അവർ പുറത്തു വിടാം. അപ്പൊ എന്ത് അർത്ഥം? ബലാത്സംഗം ചെയ്യുന്ന അവരെ പുറത്തു. ഞങ്ങൾക്കറിയാം ബിൽക്കീസ് ബാനുടെ കേസ് എന്താണ്. അവരെ പുറത്താക്കിയിട്ട് സുപ്രീം കോർട്ടാ പറഞ്ഞ ദിസ് ഇസ് ഫ്രോഡ് ബൈ ദ ഗുജറാത്ത് ഗവൺമെന്റ്. ഗുജറാത്ത് സർക്കാർ ഫ്രോഡ് ചെയ്തതാണ് ഇതിന്റെ മേലെ. എന്നിട്ട് അവരോട് തിരിച്ചു പോകാം, എല്ലാവരും ഇന്ന് തിരിച്ച് ജയിലിലേക്ക് പോയിരിക്കുക, സറണ്ടർ ചെയ്യാൻ പറഞ്ഞു അവരോട്. അപ്പം ഇങ്ങനെ സ്ത്രീകൾക്കും
സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ന്യായം വേണം. വിലക്കയറ്റത്തിന് ഉള്ള വിഷയങ്ങൾ, കർഷകരുടെ ഇഷ്ടം പോലെ ഉണ്ട്. കർഷകർക്ക് ഇപ്പം MSP കിട്ടുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമുണ്ട്, അവർക്ക് ന്യായം വേണം. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആരെ ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എലക്ട് ചെയ്യുന്നത്? ഇപ്പം അവര് ചീഫ് ജസ്റ്റിനെ മാറ്റിയിട്ട് വെറും ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും പ്രധാനമന്ത്രിയും. അപ്പം 2:1 ആവും. അപ്പം അവർക്ക് ഇഷ്ടമുള്ള ആളെ ഇലക്ഷൻ കമ്മീഷൻ ആക്കാൻ പറ്റും. എല്ലാം അവർ ക്രിമിനൽ ലോസ് മാറ്റിയിരിക്കുക. ഇപ്പം നമ്മൾ ജയിലിൽ 90 ദിവസം ഉണ്ടാവും. പണ്ട് ബെയിൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും, ഇപ്പൊ 90 ദിവസം ജയിലിലിരിക്കണം. അപ്പം എല്ലാം ജനാധിപത്യം ദിവസം തോറും ഇവിടെ തകർന്നിരിക്കുക. നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് ED എവിടെയാണ് ഉള്ളത്? പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ EDയുടെ അന്വേഷണം. പക്ഷെ അവിടെ അവരെ പാർട്ടീൻ്റെ ഒരു നേതാവിന്റെ മേലെ ED അന്വേഷണമില്ല. ഇപ്പൊ ജാർഖണ്ഡിൽ ഷിബു സോറന്റെ അവിടെ കത്ത് കൊടുക്കി EDയുടെ ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാ ഇതും നിങ്ങളെ പാർട്ടിയിലും BJPയിലും കുറേ പേരുണ്ട്. കേസുള്ളവർ കുറേ പേര് BJP ജോയിൻ ചെയ്തതിന് ശേഷം സുവിന്ദു അധികാരിന്റെ മേലെ ഒന്നുമില്ല. ഹിമന്ത ബിശ്വാസ ശർമ്മ തന്നെ ഒരു വലിയ ഉദാഹരണമാണ്. ലൂയിസ് ബർജർ കേസുണ്ട്. അപ്പം അതിന്റെ മേലെ അദ്ദേഹത്തിന്റെ മുകളിൽ അന്വേഷണം വേണോന്ന് തന്നെ പറഞ്ഞത് BJP ആണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഞങ്ങളെ പാർട്ടി വിട്ടതെന്ന് പറഞ്ഞാൽ ഇതന്നെ, ഈ കേസിന്റെ അന്വേഷണം അവർ ജയിലിലിടുമെന്ന് പറഞ്ഞിരിക്കുക ഹിമന്ത ആ പാർട്ടി വേഗം പോയി ജോയിൻ ചെയ്തു. പിന്നെ അതിന്റെ ശേഷം ആ അന്വേഷണം നിന്നു. അപ്പം ഇതാണ് പ്രശ്നങ്ങൾ. ഈ കേസുകൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ മേലെ കേസ്, പിന്നെ ഈ TV ഇപ്പം നിങ്ങൾ നോക്കേണ്ട, ഇന്നലെ ഒന്നും ഒരു വിഷയമില്ല. രാഹുൽജീന്റെ ന്യായയാത്രത്തിനെ പറ്റിയിട്ട് ഒരു ഇതും നിങ്ങൾ വേറെ ഇപ്പൊ കേരള വേറെ ആയിരിക്കും, പക്ഷേ ഉത്തരഭാരതത്തിൽ ഒരു ഡിസ്കഷനും ഇല്ല ഇതിനെ പറ്റിയിട്ട്. വെറും അവിടെ BJP ഇടുന്ന നാരറ്റീവ് അത് മാത്രമാണ് ഇപ്പം കാണുന്നുള്ളൂ. അവര് ഈ നമ്മളെ റിലിജനും പൊളിറ്റിക്സും ഒന്നാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഇപ്പം അവർ ചെയ്യുന്നത്. ഞങ്ങൾ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഈസ് എ സോഷ്യലിസ്റ്റ് സെക്യുലർ സോവറീൻ റിപ്പബ്ലിക് എന്ന്. അപ്പം അതെവിടെ പോയി? ഇപ്പം എല്ലാം മതമല്ലേ, മതത്തിൻ്റെ മേലെ ഒന്നുമില്ല, മതമാണ് ഇപ്പം ഇന്ത്യയുടെ മെയിൻ ഇത്. അപ്പം അവിടെ അവർ ആ ഇതിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങള് രാഹുൽജി കാണിച്ചു കൊടുക്കുക എന്താന്ന്. ഞാൻ അതല്ലേ രാഹുൽജി പറയുന്നത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് എന്ത് ഉടുപ്പിടാം, എന്തും ചെയ്യാം. അപ്പൊ ഇന്നലെ രാം മന്ദിറിന്റെ ഇതുള്ള സമയത്ത് കുറെ സ്ഥലത്ത് ആസാമിൽ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്യുന്നതാണ് ക്ഷമ പറയുന്നത്. നോക്കൂ, ഭാരത് ജോഡോ യാത്ര കടന്നുപോയത് കർണാടകയിലാണ്. കർണാടക ആ സമയത്ത് ഭരിക്കുന്നത് BJP ആയിരുന്നു. അന്ന് അവിടെ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത് അജിംസെ, അത് ഏത് സമയമായിരുന്നു? ഇപ്പോഴും നമ്മളെ തെരഞ്ഞെടുപ്പ് വരാ 2024. അപ്പം അമിത്ഷാക്ക് പേടിയുണ്ട്. വിഷയങ്ങൾ ഗ്രൗണ്ട് ലെവൽ വേറെയാന്ന്. വിലക്കയറ്റം ആൾക്കാർക്ക് സഹിക്കാൻ പറ്റത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനോട് പോയി ചോദിച്ചു നോക്കാം, അവർ പറയും ഞങ്ങൾക്ക് ഇപ്പം ജീവിക്കാൻ പറ്റുന്നില്ല. 5% GST ഇട്ടിട്ടില്ല. അരി വാങ്ങുമ്പം, ആട്ട വാങ്ങുമ്പം, എല്ലാത്തിൻ്റെ മേലെ പരിപ്പ്, എല്ലാത്തിൻ്റെ മേലെ GST ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പം ഞങ്ങള് ഇന്ത്യയിൽ 60% ആൾക്കാർക്കാണ് ഏറ്റവും അധികം ഇവിടുത്തെ സമ്പത്തിയുള്ളത്. ജനങ്ങൾക്ക് ഒന്നുമില്ല. ഇപ്പം സാധാരണ ജനങ്ങൾക്ക് ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രക്കാണ് ഞാൻ ചോദിക്കുന്നത്. പെട്രോൾ പ്രൈസ്, ഓയിൽ പ്രൈസ്, വേൾഡ് ഓയിൽ പ്രൈസ്, ഒരു മിനിറ്റ്, ഇപ്പം $75 പെർ ബാരലാ. എന്തുകൊണ്ട് 100-ലധികം ഞങ്ങൾ പെട്രോളും ഡീസലിനും കൊടുക്കുന്നു? എന്തുകൊണ്ട് ആ വില കുറക്കുന്നില്ല? ഞങ്ങൾ ഈ പെട്രോളും ഈ ഡീസലും ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ പ്രൈസ് കുറയുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ പ്രൈസും കുറയണമല്ലോ. അത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അപ്പൊ അതിനെ മനസ്സിലാക്കുന്നുണ്ട് സർക്കാർ എത്ര റവന്യൂ ആണ് എമാസ് ചെയ്യുന്നത് നിങ്ങളടുത്ത് കൊള്ളെടുത്തിട്ട്. ഞങ്ങൾക്ക് അത് എപ്പോഴും ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ. അപ്പം ആ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഗ്യാസിന്റെ വില കുറക്കുന്നില്ല, എന്തുകൊണ്ട് കുറക്കുന്നില്ല? അങ്ങനത്തെ പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഇപ്പം ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ തൊഴിലില്ലായ്മ 10% ഞങ്ങളല്ല പറയുന്നത്, CMI പറയുന്നത് 10% തൊഴിലില്ലായ്മ. അപ്പൊ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ആ തൊഴിലില്ലായ്മ നിങ്ങൾ എങ്ങനെ മാറ്റും? അപ്പം ഈ വലിയ വിഷയങ്ങളുണ്ട്. അപ്പൊ രാഹുൽജി എന്തിനാ യാത്ര ഇപ്പൊ എടുത്തതെന്ന് പറഞ്ഞാൽ ഈ ന്യായം വേണം ഞങ്ങൾക്ക്. ഈ രാജ്യത്തും സംസ്ഥാനത്തും ഇന്ത്യയിലും ഞങ്ങള് ജനാധിപത്യ തകർന്ന സമയത്താണ് ഉള്ളത്. വെറും ഒരു പാർട്ടിക്ക് എന്തും ചെയ്യാം, അവർക്ക് എന്തും പറയാൻ പറ്റും, രാഹുൽ ഗാന്ധിനെ പേര് വിളിക്കാൻ പറ്റും. പക്ഷെ അവരെ നേതാവിനെ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു വിഷയമാവും. രാഹുൽ ഗാന്ധിനെ എന്തെല്ലാം പേര് അവർ വിളിക്കുന്നത്? ശരി ക്ഷമ, മടങ്ങി വരാം. ശ്രീ വിഷ്ണു, ഭാരത് ജോഡോ യാത്ര BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കടന്നു വരുന്ന ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല.
എന്തുകൊണ്ടാണ് ഇക്കുറി ഈ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്ര തടസ്സം? അജിബ് സെ, ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരെടുത്തുന്ന കേൾക്കാം വിഷ്ണു പറഞ്ഞോളൂ. കേൾക്കാം വിഷ്ണു പറഞ്ഞോളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആഭ്യന്തര പരിപാടിയായി പലവിധത്തിലുള്ള യാത്രകൾ നടത്താറുണ്ട്. KCയുടെ വാക്കും കേട്ട് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര തുടങ്ങിയപ്പോൾ ഈ യാത്ര കഴിയുന്നതോടെ രാഹുൽ ഗാന്ധി രാജ്യം പ്രധാനമന്ത്രി കസേരയിൽ രാഹുൽ ഗാന്ധി അരിയിട്ട് വാഴിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസ് ടീം കരുതിയത്. പക്ഷേ യാത്ര അവസാനിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും ഈ രാജ്യം മോദിയിലേക്ക് നീങ്ങുകയാണെന്നും ഈ രാജ്യത്ത് മോദിക്കുള്ള പിന്തുണ ഓരോ ദിവസവും വർദ്ധിക്കുകയാണെന്നും. ഞങ്ങൾക്ക് യാത്രയുടെ യാതൊരു എതിർപ്പുമില്ല. അത് കോൺഗ്രസിന്റെ ആഭ്യന്തരമായ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ മാത്രമാണ്. BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുടെ യാത്ര കടന്നുപോയപ്പോൾ ഞങ്ങളൊന്നും അതിനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അത് അവരുടെ ആഭ്യന്തരമായ ഒരു പ്രോഗ്രാം മാത്രമാണ്. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കറിയാം, ഏത് രാഷ്ട്രീയ നേതാവും രാജ്യത്ത് ഇത്തരത്തിലുള്ള യാത്ര നടത്തിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ദിവസവും ഒരുപോലെ മാധ്യമ ശ്രദ്ധ കിട്ടുകയൊന്നുമില്ല. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും സംഭവ വികാസങ്ങളുടെയോ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അയോധ്യ രാജ്യമെമ്പാടും ജനങ്ങളും ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ഒരു പ്രസക്തിയും ഇല്ലാതായി പോയിന്നേ. അതുകൊണ്ടല്ലേ രാഹുൽ ഇന്നലെ റോഡിൽ നിന്ന് രഘുപതി രാജാറാം പാടിയത്. വിഷ്ണു, ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് മാധ്യമങ്ങൾ ഒരു പ്രസക്തിയും കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പരിപാടിക്കും ഒരു തരത്തിലുള്ള റെപ്രസെന്റേഷൻ കൊടുക്കാറില്ല. അത് സത്യമാണ്. അതെ, ആ ചോദ്യം നിങ്ങൾ മാധ്യമങ്ങളോട് ചോദിക്കേണ്ടതാണ്. അപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ നേതൃത്വവും ഒരു പക്വതയില്ലാതെ കാട്ടിക്കൂട്ടുന്നു. ആസാമിലേക്ക് വന്നുകൊണ്ട് ചില സുരക്ഷാ പ്രശ്നങ്ങളിൽ ചിലയിടത്ത് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തടഞ്ഞിടത്തല്ല അവിടെ മാത്രമേ ഞങ്ങൾ പോകൂ, അവിടെയേ പോകുന്നു. അവിടെ ആക്രമണത്തിന് രാഹുൽ ഗാന്ധി ആക്രോശിക്കുന്നു, വഴിയിലേക്ക് ഓടി ഇറങ്ങുന്നു. പക്വതയില്ലാത്ത നേതാവിൽ ഒരു സംഘർഷം സൃഷ്ടിക്കുന്നു. തലസ്ഥാനമായ ഗുവാഹത്തി നഗരത്തിൽ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടോ വിഷ്ണു? അല്ലേ, ചില പ്രശ്നങ്ങൾ ഉടത്താണല്ലോ പോലീസ് തടഞ്ഞത്. അപ്പോൾ പോലീസ് നൽകുന്ന ഏത് യാത്രയിലും ഏത് രാഷ്ട്രീയ നേതാവും നയിക്കുന്ന യാത്രയിലും പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി അനുസരിക്കുകയും അല്ലാത്തടത്തിലെ രാഹുൽ ഗാന്ധി ചെയ്യുന്ന അക്രമത്തിന് വേണ്ടി അണികളെ ആജ്ഞാപിക്കുകയാണ്, ബാരിക്കേഡ് തള്ളിയിടുന്നു. ഇതാണോ പക്വതയുള്ള രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് നയിക്കുന്ന യാത്രയിൽ? ഇങ്ങനെ ഒരു യാത്ര നമ്മൾ രാജ്യത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുള്ളൂ? ഏതെല്ലാം നേതാക്കന്മാർ ഏതെല്ലാം യാത്രകൾ നടത്തിയിട്ടുണ്ട്? എന്ത് പക്വതയില്ലാതെയാണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നത്? അപ്പോൾ തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ തനിക്ക് കഴിയില്ല എന്ന് വന്നപ്പോൾ രാജ്യം കോൺഗ്രസിനെ തിരസ്കരിക്കുന്നു എന്ന് കഴിഞ്ഞപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ രാഹുൽ ഗാന്ധി മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന വെറും സ്റ്റണ്ട് മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും 50,000 പേരൊക്കെ ഒപ്പം എത്ര സംഖ്യ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയ റിപ്പോർട്ട് ചെയ്യോ? എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ? എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അത്യാവശ്യം ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റണ്ടോടുകൂടി അത്യാവശ്യം കുറച്ച് മാധ്യമങ്ങൾ ഒരു സ്റ്റണ്ട് എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് മറ്റ് മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ യാതൊരുവിധ ശ്രദ്ധയും കൊടുത്തിട്ടില്ല. നിങ്ങൾ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ആഹ്വാനം ചെയ്യുന്നതെന്ന് ചിലപ്പോൾ പിന്മാറിയേക്കാം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അതായത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി രാഹുൽ നടത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പോലീസ് നിർദ്ദേശം പാലിക്കാതെ ബാരിക്കേഡ് തള്ളിയിടാൻ രാഹുൽ ഗാന്ധി തന്നെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മ DGPക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേസെടുക്കാൻ. അതായത് അനുയായികളോട് അക്രമത്തിന് ആഹ്വാനം ചെയ്തു എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിക്കുന്നത്. ഇവിടെ ഇത് അമിത്ഷാ നേരെ നിർദ്ദേശിച്ച് ഭാരത് ജോഡോ യാത്ര വിടാതെ പിന്തുടർന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ യാത്ര മുടക്കുക എന്ന BJPയുടെ ലക്ഷ്യമാണോ? അതല്ല ഈ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വ്യക്തിപരമായി തന്നെ രാഹുൽ ഗാന്ധിയോട് ഉള്ള ആ ഒരു പ്രശ്നം നമുക്കറിയാമല്ലോ, ആ ഒരു ഈഗോയാണോ? അല്ല, ഇത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് രാഹുൽ ഗാന്ധിയോടുള്ള വ്യക്തിപരമായ ഈഗോയുടെ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഒന്നും ഈ യാത്ര ഒരു വാർത്തയാകുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ ഹെഡ്ലൈനിലേക്ക് വരുന്നതോ ഒന്നും അവർക്ക് വലിയ താല്പര്യമുണ്ടാകില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് മാറി അദ്ദേഹം സ്വയം പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇടാറുണ്ട്.
അപ്പോൾ അദ്ദേഹത്തോട് മോദി പറയുന്നതോ അമിത്ഷാ പറയുന്നതോ മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കണക്കാക്കിയാൽ മതി. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് 2001 മുതൽ അദ്ദേഹം ആസാമിൽ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെ പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യമന്ത്രി, അങ്ങനെ വലിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ്. അദ്ദേഹത്തിന് 3ാം ടേം കഴിഞ്ഞ തരുൺ ഗൊഗോയിയെ മാറ്റി മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കാൻ അദ്ദേഹം ആക്കാനും നടത്തിയ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളൊന്നും ഫലിച്ചില്ല. അന്ന് BJP-ക്കാർ തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഷമ മുഹമ്മദ് പറഞ്ഞ ഈ ലൂയി ബർജർ സ്കാം, അതുകൂടാതെ അന്നത്തെ ശാരദ ചിറ്റ് ഫണ്ട് കേസ്, അത് ബംഗാളിൽ മാത്രമല്ല, അത് നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ പടർന്ന് പന്തലിച്ച ഒരു വലിയ തട്ടിപ്പാണല്ലോ. അതിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹിമന്ത ബിശ്വ ശർമ്മ. അതിനൊക്കെ ശേഷമാണ് BJP-യുടെ വാഷിംഗ് മെഷീനിൽ കയറി അദ്ദേഹം വെളുത്ത ഈ അദ്ദേഹത്തിൻ്റെ അഴിമതിക്കറയെല്ലാം ഇളക്കി മാറ്റി വിശുദ്ധ ഹേമന്ത ബിശ്വ ശർമ്മയായി മാറി. 5 വർഷം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി, കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ല, എങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയായി. ഈ അദ്ദേഹത്തിൻ്റെ വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നിരന്തരം ഇറക്കി BJP-യിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന, അതായത് ഈ പെട്ടെന്ന് പാർട്ടിയിൽ വന്ന ഹേമന്ത ബിശ്വ ശർമ്മ അവിടെയുള്ള ഈ കറകളഞ്ഞ സംഘപരിവാർ നേതാക്കളെക്കാൾ വലിയ ഒരു സംഖ്യയായി ഞാൻ സ്വയം ചിത്രീകരിച്ച് അദ്ദേഹം ഇങ്ങനെ വർഗീയ പ്രസ്താവനകൾ നിരന്തരം ഇറക്കാറുണ്ട്. അത് മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ടും അതിന് ഒരു കുറവൊന്നുമില്ല. മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അത് കൂടുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയോട് ഉള്ള വ്യക്തിപരമായ വിരോധം, പണ്ട് അദ്ദേഹത്തെ കേൾക്കാതെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നായക്കുട്ടി പിടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത കഥയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു വിരോധമാണ്, അതിപ്പോഴും തീർന്നിട്ടില്ല. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇദ്ദേഹത്തെ പണ്ട് തൊട്ടേ വലിയൊരു സംഭവമായിട്ട് കാണുന്ന ആളല്ല. രാഹുൽ ഗാന്ധിക്ക് ഈ ഇലക്ഷനിലെ ജയവും തോൽവിയേക്കാളൊക്കെ ഉപരി ചിലരുടെ സ്വഭാവ കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പല കാര്യങ്ങൾ അദ്ദേഹം വെച്ചാണ് അദ്ദേഹം പല രാഷ്ട്രീയക്കാരെയും അളക്കുന്നത്. നമ്മൾ സാധാരണ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാറുള്ള കാര്യമാണ്, കാരണം രാഷ്ട്രീയമാണല്ലോ. ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ഉയർന്ന ചിന്താഗതിയുള്ള ആളാണ്. പലപ്പോഴും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള കാരണങ്ങൾ കാരണമാണ്. പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ പലരും പറയുന്നത് ഹേമന്ത ബിശ്വ ശർമ്മയെ കോൺഗ്രസ് കൈവിട്ടത് നല്ലൊരു കാര്യമായിട്ട് പലരും പറയാറുണ്ട്. ആസാം പോയി എങ്കിലും അതുപോലെയുള്ള ഇത്രയും ഒരു നീചനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ പാർട്ടിയിൽ തുടർന്നിരുന്നെങ്കിൽ അത് കോൺഗ്രസിന് തന്നെ ഭാവിയിൽ ഇത് ഈ പാർട്ടി വ്യക്തിപരമായ സ്വഭാവ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അങ്ങനെയുള്ള ഒരാൾ കോൺഗ്രസിൽ എങ്ങനെ തുടരും? അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അത്രയും നാളും. തീർച്ചയായും. പിന്നെ അത് പറയുമ്പോൾ നമ്മൾ പറയണം, നമ്മൾ ഈ ഓരോ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ ഈ അവരവരുടെ പ്രസ്താവനകൾ, ഇപ്പോൾ സച്ചിൻ പൈലറ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേർ, അല്ലെങ്കിൽ ടീം രാഹുൽ ബ്രിഗേഡ് എന്ന് അറിയപ്പെട്ടിരുന്ന കുറെ നേതാക്കളുണ്ടായിരുന്നു. ഏറ്റവും അവസാനം പോയത് മിലിന്ദ് ദേവറയാണ്. അതിന് മുൻപ് പോയ അശോക് തൻവർ, ഹരിയാനയിലെ PCC അധ്യക്ഷൻ, അദ്ദേഹം ആം ആദ്മി പാർട്ടിയിലാണ് കഴിഞ്ഞ വർഷം പോയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച BJP-യിലേക്ക് ചെന്ന് ചേർന്നിട്ടുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലൊരു സഖ്യം അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹം പലരെയും അന്ധമായി വിശ്വസിച്ച് ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ കൂടെ നിർത്തിയതിൻ്റെ നഷ്ടങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യത്തിൽ അദ്ദേഹം വ്യക്തിപരമായി ഹിമന്ത ബിശ്വയെ അളന്ന ആ ഒരു അത് കാര്യം കൃത്യമാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട്, അത് കോൺഗ്രസിന് രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയണം, ഈ സച്ചിൻ പൈലറ്റ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനത് 2-3 തവണ വായിച്ചു. കാരണം ആ പറയുന്ന കാര്യങ്ങൾ പലതും അദ്ദേഹം BJP-യിലായിരുന്നെങ്കിൽ, അദ്ദേഹം ഒരു 1.5 വർഷം മുൻപ് ഹരിയാനയിലെ ഒരു റിസോർട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് 18-20 MLA-മാരെ കൂട്ടി കുറച്ച് നാൾ ഗെഹ്ലോട്ട് സർക്കാരിൻ്റെ മുൾമുനയിൽ നിർത്തി BJP-യുമായിട്ട് വിലപേശി അവസാനം അത് നടക്കാതെ കോൺഗ്രസിൽ തുടർന്ന ഒരാളാണ്. അപ്പോൾ ഈ ഐഡിയോളജി, പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അത് ഏത് പാർട്ടിയിൽ നിൽക്കുന്നു, അതിൻ്റെ സാഹചര്യങ്ങൾ, ഇതൊക്കെ മുൻനിർത്തി കൂടിയാണ് പലപ്പോഴും ഉത്തരേന്ത്യയിൽ. കാരണം ഇവിടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാൾ നേരെ AKG സെൻട്രലിൽ ചെന്ന് കയറാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയും ഒപ്പോസിഷൻ പാർട്ടിയും എന്നുള്ളത് ഇവിടെ BJP അല്ല. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കേരളത്തിലുണ്ട്. പക്ഷേ
ഉത്തരേന്ത്യയിൽ അങ്ങനെയുള്ള ഒരു സൗകര്യമില്ല. കോൺഗ്രസിൽ നിന്ന് പോയാൽ പിന്നെ BJP ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ പല നേതാക്കളെയും അളക്കുന്നത് നമ്മുടെ കേരളത്തിൽ മതേതരത്വം എന്ന ഒറ്റ പോയിന്റിൽ പലപ്പോഴും നമ്മൾ അളക്കാറുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് വർഗീയതയുടെ ഒരു മൂർത്തിഭാവമായി മാറിയ ഒരു നേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊക്കെ ഇത്രയും വിഷമുണ്ടായിരുന്നോ? കോൺഗ്രസിൽ ഇപ്പോൾ തന്നെയുള്ള പല നേതാക്കളുടെയും മനസ്സിൽ ഇതുപോലെയുള്ള കാളകൂട വിഷങ്ങൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ്. സച്ചിൻ പൈലറ്റിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന എനിക്ക് വിചിത്രമായിട്ട് തോന്നി. അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കൂടുതലേ കിട്ടുകയുള്ളൂ, അത് ഞങ്ങളെ തടയൂ, ഞങ്ങളെ വഴിയിൽ തടയൂ, ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ തടയൂ എന്നൊക്കെ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ട് ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി കടലിലേക്ക് എടുത്തിയാടിയിട്ട് കരയിൽ അദ്ദേഹത്തിന് വലിയ വീരോചിതമായിട്ടുള്ള വരവേൽപ്പ് കൊടുക്കുന്ന ഒരു വൃദ്ധൻ്റെ കഥ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കരയ്ക്ക് കയറിയപ്പോൾ ആരാണ് എന്നെ തള്ളിയിട്ടത് എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോയി രാഹുൽ ഗാന്ധിയാ പറഞ്ഞത് എന്നുകൂടി എനിക്ക് പറയേണ്ടതുണ്ട്. ശരി, ഷമാ മുഹമ്മദ്, അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൗതുകം. അതിൻ്റെ കാരണം അമിത്ഷായ്ക്ക് ഈ യാത്ര ആരും ശ്രദ്ധിക്കരുത്, ഒരു മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരത്രയും അവഗണിച്ചിരുന്നു യാത്രയുടെ തുടക്കത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിലൂടെ കടന്നുപോയ സമയത്തൊക്കെ. പിന്നീടാണ് ഈ യാത്രയുടെ ഒരു ജനപിന്തുണ, ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നതെന്ന് തോന്നുമ്പോഴാണ് അവർ സൈബർ ആക്രമണം, അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ BJP ആയിട്ട് ചില ആക്രമണം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ആ യാത്രയ്ക്ക് മാധ്യമ ശ്രദ്ധ കിട്ടാൻ അമിത്ഷാ ആഗ്രഹിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഏകാധിപത്യങ്ങൾക്ക് ആരും, ഇപ്പം രാഹുൽജി കഴിഞ്ഞ പ്രാവശ്യം യാത്ര ചെയ്തു, അവർ വിചാരിച്ചു ഇത് തീർന്നു യാത്ര. പക്ഷെ രാഹുൽജി എന്ന് പറയുന്ന വ്യക്തിനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ല. ഒരു കാര്യം വിചാരിച്ചാൽ അദ്ദേഹം ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയും ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നതാണ്. ഈ യാത്ര ചെയ്യുന്ന വലിയ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഇനി തടസ്സം വരുത്തണമെന്ന് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട്. അത് അവർ എന്തും ചെയ്യും. ഇപ്പോൾ മണിപ്പൂരിലെ സമയത്ത് നമുക്ക് മനസ്സിലാണ്, മണിപ്പൂരിൽ ഇപ്പം കൊല നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ കലാപം നിന്നിട്ടില്ല. എന്നിട്ടും ഇന്ത്യയിലെ പ്രധാനമന്ത്രി അവിടെ പോയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെവിടെയായാലും 200-ലധികം മരണമുണ്ടായി, 100,000-ൻ്റെ അധികം ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. 2 വിഭാഗം ഇപ്പം തന്നെ രാഹുൽജി പോയാലും അവിടെ മണിപ്പൂരിൽ മേത്തി സൈഡിൽ പോയ കുക്കീസ് MLAs ആരുണ്ടായാലും അവർ ബസ്സിലുണ്ടാവില്ല, അവർ വരില്ല. മേത്തിന്ന് കുക്കി സൈഡിലുണ്ടാകുമ്പോൾ മേത്തി MLAs ആരും ബസ്സിൽ കയറില്ല, അവർ മറ്റേ സൈഡിൽ നിൽക്കും. നിങ്ങൾ ഇത് ഇന്ത്യയാണ്, ഇത് ഇന്ത്യ പാകിസ്ഥാനും അല്ല, ഇന്ത്യ ചൈന അല്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ ഒരു മറ്റേ വിഭാഗത്തിൻ്റെ സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, മനസ്സിലാക്കണം. ആ സംസ്ഥാനത്തിൽ രാഹുൽജിയുടെ 2ാമത്തെ വിസിറ്റാണ്. ആദ്യത്തെ വിസിറ്റ് അവർ തടസ്സം വെക്കാൻ നോക്കി, വിട്ടില്ല രാഹുൽജിനെ നടക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത്. പക്ഷെ ഇപ്രാവശ്യം അവിടെ പോകുമ്പം അവിടെയും പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ആദ്യം നമ്മൾ ഒരു വലിയ ഗ്രൗണ്ടിലായിരുന്നു തുടങ്ങേണ്ടത്, അവിടെ വിട്ടില്ല ഞങ്ങളാ, എന്നിട്ട് വേറെ സ്ഥലത്താണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ തടസ്സം വെക്കാൻ അവരെന്തും ചെയ്യും. ബിക്കോസ് മണിപ്പൂരിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയിട്ടില്ല? അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇത്ര വലിയ വിഷയം ഉണ്ടായിട്ട് ഇതുവരെ മണിപ്പൂരിൽ അദ്ദേഹം കയറിയിട്ടില്ല? അത് നിങ്ങൾ മനസ്സിലാക്കണം, വലിയ വിഷയമാണ്. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം തരാം. നിങ്ങൾക്കറിയാലോ, ഇന്നലെ ഈ രാം മന്ദിറിൻ്റെ ഇനോഗ്രേഷനുള്ള സമയത്ത് മെന്നാന്ന് ഒരു നോട്ടീസ് വന്നു, എയിംസിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കൂ, അതും ഞങ്ങൾ പാവപ്പെട്ട ഞാൻ എയിംസിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിങ്ങൾ ഡെയിലി പോയി കഴിഞ്ഞാൽ കാണാം പുറത്താന്ന് ലൈൻ. ഇപ്പം ഇവിടെ 4 ഡിഗ്രിയാണ് രാത്രി, ഇന്ന് രാവിലെ 4 ഡിഗ്രി ആയിരുന്നു, ഉച്ചയാകുമ്പോൾ ഒരു 10 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഈ സമയത്ത് അവിടെ പുറത്ത് നിങ്ങൾ ലൈന് കാണാം. അവർ ദൂരത്തുനിന്ന് വരുന്ന എയിംസിൽ നിന്ന്, ചില കൂട്ടർ ബീഹാറിൽ നിന്നായിരിക്കും, UP നിന്നായിരിക്കും, അവിടെ നിന്ന് വരുന്നതായി വരും. അവർക്ക് കിടക്കാൻ സ്ഥലം, അവർ പുറത്ത് കിടക്കുന്നുണ്ടാ. എന്നിട്ട് പറയാം നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാം. എന്താ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ? അതും നിങ്ങൾ ഒരു റിലീജിയസ് ഇവൻറ്റും ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ട്? ഞങ്ങളെല്ലാം പ്രതിഷേധം ചെയ്തിട്ട് അവർ ആ പ്രസ്താവന മാറ്റി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അറിയണം, ജനങ്ങൾ അറിയണം. പിന്നെ ഞാൻ വേറൊരു ഉദാഹരണം തരാം. മധ്യപ്രദേശിൽ അദ്നാൻ മൻസൂർ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്, 18 വയസ്സുള്ള ഒരു ചെക്കൻ. 5 മാസം മുമ്പേ അവൻ തുപ്പി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ പറഞ്ഞു അവനൊരു ഹിന്ദു പ്രൊസഷൻ പോകുമ്പോൾ തുപ്പിയിരിക്കാന്ന്. കേൾക്കൂ, അവനെ ജയിലിലിട്ടു 5 മാസത്തിൽ. അവൻ്റെ വീട് ബുൾഡോസ് ചെയ്തു. മനസ്സിലാക്കൂ നിങ്ങൾ, ഇവിടെ ആരും കോർട്ടിലെത്തിയിട്ടില്ല, അവൻ്റെ വീട് ബുൾഡോസ് തുപ്പി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ശേഷം പറഞ്ഞവൻ പറയാ പിന്നെ അല്ല, അവൻ കോർട്ടിലെത്തിയാലും പറഞ്ഞു ഇവനല്ല, ഇവൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പിൻവലിച്ചു ആ വിറ്റ്നസ്.
അപ്പൊ പിന്നെ അവന്റെ വീട് എന്തിനാണ് നിങ്ങൾ ബുൾഡോസ് ചെയ്തത്? ഇത് എന്താ നടന്നു കൊടുക്കുന്നത് ഇന്ത്യയിൽ? ഞങ്ങൾ ഒരു പ്രതി ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് പറയുമ്പോൾ ആദ്യം അറസ്റ്റ് ചെയ്യും, പിന്നെ അത് കോർട്ടിൽ പോവും, പിന്നെയല്ലേ ഞങ്ങൾ എന്താ വേണ്ട കൺവിക്ട് ചെയ്യണോ ഇല്ലെന്ന് കോർട്ടാ തീരുമാനിക്കണ്ടേ. ഇവന്റെ വീട് തിരിച്ചു കിട്ടോ? വീട് അവനായി 5 മാസം തിരിച്ചു കിട്ടുക? അവനെപ്പോഴും എല്ലാവരും ഒരു പ്രതിയായിട്ട് നോക്കുക. ഇങ്ങനത്തെ കമ്മ്യൂണൽ വയലൻസ് ആണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ തുടങ്ങുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഒരു വലിയ വിഷയമുണ്ട്. 2 ദിവസം മുമ്പേ നടന്ന 16 കുട്ടികൾ, പിഞ്ചു പൈതൽ ഗുജറാത്തിൽ വഡോദര എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പുഴയിൽ മുങ്ങി മരണപ്പെട്ടു. അതിനെപ്പറ്റി നിങ്ങൾ ഒരു ദിവസം ചർച്ച ഉണ്ടായിരുന്നു? ഒരു ദിവസം. ആരാ പ്രതി? എവിടെ പോയി? നമുക്കറിയാം മോർബി ബീച്ചിൽ 136 മരണപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഇതെല്ലാം ലോകത്ത് വേറെ എവിടെയായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരെല്ലാം തൂക്കുമരത്തിലായിരിക്കും. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവർക്ക് കുറച്ചാളം കഴിഞ്ഞാൽ ബെയിൽ കിട്ടും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വഡോദരയിലും മോർബിയിൽ ആ സ്ഥലത്തും 2 സ്ഥലത്തും ഗുജറാത്തിന്റെ കോർപ്പറേറ്റേഴ്സ് ഇൻവോൾവ് ആണ്. മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഇവർക്ക് പെർമിഷൻ കൊടുത്തത്, അനുവാദം കൊടുത്തത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ വേറെ കോൺഗ്രസിലെങ്കിൽ അവർ തുടങ്ങും, കർണാടകയിലെങ്കിൽ ഇന്ന് ന്യായം വേണം. സ്വന്തം ഇവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ ഇന്നും ചോദിക്കുന്നത്, നിങ്ങൾ പാർലമെന്റ് ആക്രമണം 13-ാം തീയതി പാർലമെന്റ് ആക്രമണം നടന്നുകൊണ്ടിരുന്നു. ആ നടന്നതിന് ശേഷം എന്താ പറ്റിയത്? നിങ്ങൾ ഞാൻ പറയാം, കുട്ടികൾ, സ്കൂൾ കോളേജ് സ്റ്റുഡൻസിന് UAP ഇട്ടിരിക്കുക. പ്രതാപ് സിംഹയാണ് അവർക്ക് ആ അനുവാദം കൊടുത്തത്, ഉള്ളിക്കയറാൻ. അദ്ദേഹത്തിന്റെ മുകളിൽ എന്തുകൊണ്ട് UAP ഇല്ല? അദ്ദേഹത്തിന്റെ മേലെ നിങ്ങൾ എന്ത് നടപടി എടുത്തത്? ഒരു നടപടിയില്ല. അപ്പൊ നിങ്ങൾ BJP-യിലായ ഒരു നടപടിയില്ല. രമേശ് ബിദൂരിയ എന്താ നടപടി എടുത്തത്? രമേശ് ബിദൂരിയ വേറൊരു ഡാനിഷ് അലീനെ വിളിച്ചു തീവ്രവാദിന്ന് പാർലമെന്റുള്ളിൽ. ഇതുവരെ ഒരു നടപടിയില്ല. പക്ഷെ മഹുവ മൊയ്ത്രനെ നിങ്ങൾ എക്സ്പെൽ ചെയ്തു. 146 പാർലമെന്റേറിയൻസിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. അപ്പം ഇതാണ് പ്രശ്നം. ഇതിനാണ് ഈ യാത്ര, രാഹുൽ ഗാന്ധി എടുത്ത യാത്ര. അത് മനസ്സിലാക്കണം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഇപ്പം. ഇവിടെ നിങ്ങൾ എപ്പോഴും പറയും എമർജൻസി. നൗ ഇൻ ഇന്ത്യ വി ഹാവ് അൺഡിക്ലെയർഡ് എമർജൻസി. അതറിയോ? ഞാൻ പറയുന്ന ആരെ അഴിമതി ചെയ്യുന്ന അവരെല്ലാം ജയിലിടൂ. അജിത് പവാർ അവരെ പാർട്ടി ജോയിൻ ചെയ്തു തരും. ഒരു അന്വേഷണമില്ല. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അജിത് പവാർ അഴിമതി ചെയ്തോ ഇല്ലെന്ന്. ഞങ്ങൾ പാർട്ടി ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അത് BJP ആണ് പറഞ്ഞത്. അതിന്റെ ശേഷമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ അന്യായം നടന്നുകൊണ്ടിരിക്കും. ഇദ്ദേഹം പറയുന്ന പബ്ലിസിറ്റിനെ പറ്റിയിട്ട് രാഹുൽ ഗാന്ധിന്റെ മേലെ ആരോപണം ഇട്ടു. ഇന്നലെ ഞങ്ങൾ കണ്ടത് ആ അമ്പലത്തില് അയോധ്യയിൽ പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് കയറി പോകുന്നത്. ഇതെന്തേ പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് കയറി പോകേണ്ട ആവശ്യം? പ്രധാനമന്ത്രിന്റെ ഇവന്റ് ആണ് ഇത് ഇന്ത്യയിൽ ഒരു വലിയ അമ്പലം വന്നത് പ്രധാനമന്ത്രിന്റെ ഇവന്റ് ആണോ? പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് കയറി പോകുന്നത് എന്തുകൊണ്ട്? മറ്റൊരു പ്രധാനമന്ത്രിന്റെ ഒക്കെ ഇല്ലാത്ത പ്രധാനമന്ത്രി ഓരോ ഫോട്ടോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന, അവിടെ പോസ്റ്റ് ചെയ്യുന്ന. എവിടെയാ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിന്റെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ കാണുന്നത്? എവിടെയാ രാഹുൽ ഗാന്ധി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തത്? അന്ന് BJP-ക്കാർ ബസ്സിന്റെ പുറത്ത് കണ്ടേരം രാഹുൽ ഗാന്ധിയെ പുറത്തിറങ്ങി പറഞ്ഞു എന്താ വേണ്ടെന്ന്. അത്രക്കും ധൈര്യമുള്ള മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. പേടിയില്ല. അവരെന്നേരം ഓടിപ്പോയി അവിടുന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ അവിടെ ഇപ്പം അവർക്കറിയാം നോർത്ത് ഈസ്റ്റിൽ പോപ്പുലർ ആകുന്നുണ്ട്. ബിക്കോസ് അവിടെ പല പ്രശ്നങ്ങളുണ്ട്. അവർ പറഞ്ഞു ഭയങ്കര റോഡെല്ലാം ആക്കി വെച്ച് ബസ്സിന് വരെ പോകാൻ പറ്റുന്നില്ല അവിടെ. അപ്പം എല്ലാം സത്യം പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഓരോ ദിവസം പബ്ലിക് റാലി ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം പുറത്തു വരുമ്പോൾ അവർക്ക് അത് പേടിയുണ്ട്. ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ ഇത് മാറും, ഞങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യത കുറെ വരുന്നുണ്ട് അവിടെ. അപ്പൊ എന്നേരം പിന്നെ വേറൊരു ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. മേഘാലയയിൽ ഉണ്ടായിരുന്നു രാഹുൽജി. മേഘാലയ നിങ്ങൾക്ക് ഓർമ്മ വെക്കണം. NPP കോൺറാഡ് സാങ്മന്റെ പാർട്ടിന്റെ ഒക്കെ മുന്നണി BJP അവര് മത്സരിക്കുമ്പോൾ വേറെ ആയിട്ട് അമിത്ഷാ, അതേ അമിത്ഷാ പറഞ്ഞു കോൺറാഡ് സാങ്മ അഴിമതിയിൽ മുങ്ങിയിരിക്കുക, ഹി ഈസ് ദ മോസ്റ്റ് കറപ്റ്റ് പേഴ്സൺ. അങ്ങനെയാണ് അവര് ചെയ്തത് തെരഞ്ഞെടുപ്പ്. അപ്പൊ ജനങ്ങൾ അതുപോലെ വോട്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ ശേഷം ഇനിയും കോൺറാഡ് സാങ്മന്റെ NPP-ന്റെ ഒക്കെ ഒരു മുന്നണി ആയില്ലേ BJP. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയാം അദ്ദേഹം അഴിമതിയിൽ മുങ്ങി ഇരിക്കുകയാണ്. അതിന്റെ ശേഷം അഴിമതി ചെയ്ത് ഒരു CM-ന്റെ ഒക്കെ നിങ്ങൾ എന്തിനാ മുന്നണിയായിട്ട് പോയത്? അവിടെ സർക്കാർ ഫോം ചെയ്തത് അത് പറയണം. അതിന്റെ മറുപടി ഇന്ന് ഇവിടെ ഇരിക്കുന്ന BJP-യുടെ വക്താവ് പറയണം. ഒരു സൈഡിൽ നിങ്ങൾ പറയും അദ്ദേഹം ഹീസ് കറപ്റ്റ്, പിന്നെ പറയും ആ കറപ്റ്റ് ആയുള്ള വ്യക്തിന്റെ ഒക്കെ നിങ്ങൾ അലയൻസും ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അമിത്ഷാന്റെ വാക്കുകൾ വിലയില്ല. ജയിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും. അത് സ്ത്രീകള് നിങ്ങൾ ബലാത്സംഗം ചെയ്തോ ആ പ്രതിയായ ഞങ്ങൾ പ്രതിനെ പുറത്തിടും. ഞങ്ങളെ ഗുസ്തി താരങ്ങളായാലും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ത് ചെയ്താലും അദ്ദേഹത്തിനോട് ഞങ്ങൾ ആ പോസ്റ്റ് നിന്ന് ഇറങ്ങാൻ പറയൂല. ബിക്കോസ് അദ്ദേഹം ആ 15 അസംബ്ലി സീറ്റിന്റെ മേലെ അദ്ദേഹത്തിന് ഒരു ഹോൾഡ് ഉണ്ട് UP-യിൽ. അപ്പൊ ഞങ്ങൾ വിടില്ല.
അങ്ങനെയാണ് കാണുന്നത്. അന്യായ സ്ത്രീകളെ മേലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയില് അതിന്റെ ഒന്ന് മറുപടി പറയണം. അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി ആരാ ഞങ്ങൾ പറയാം. നരേന്ദ്രമോദി ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ടൈമിംഗ് ഇല്ല ഡൽഹിയിലൊന്നും, അവിടെ വെറും നരേന്ദ്രമോദിന്റെ മുഖം. എനിക്ക് മനസ്സിലാവുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ഏത് സൈഡ് ട്രെയിൻ വന്ന് ആ ടി വിയിൽ വരെ ആ മോണിറ്റർ നമ്മൾ പറയാന്ന് പറഞ്ഞാൽ അവിടെ വരെ നരേന്ദ്രമോദിന്റെ മുഖം. അപ്പൊ ആരാ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി അല്ല, നരേന്ദ്രമോദിയാണ്. ശ്രീ വിഷ്ണു, ഇവിടെ ഒരു തരത്തിലുള്ള പബ്ലിസിറ്റിയും ദേശീയ മാധ്യമങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിക്കും കൊടുക്കാറില്ല. അപ്പോൾ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു വാദം ഒരല്പം കടന്നതാണ്. രാഹുൽ ഗാന്ധി അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്കൊരല്പം പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കണം. ഇന്ന് BJP-ക്കാർ കൊടിയുമായി ആ ബസ് ആക്രമിച്ച സീൻ നമ്മൾ കണ്ടതാണ്. പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ചാൽ എന്താണ് കുഴപ്പം? ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കരുതിക്കോ, അതിനെന്താ പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന്. ഇതൊക്കെ തീരുമാനിക്കുന്നവരാണ് ഈ രാജ്യത്തെ ജനങ്ങളാണ്. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹവുമായി ഇറങ്ങിയ രാഹുൽ ഗാന്ധിക്ക് മോഹഭംഗമുണ്ടായി. കാരണം യാത്ര ജമ്മു കാശ്മീരിൽ അവസാനിച്ചു കഴിഞ്ഞ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പൊ തെരുവിലേക്ക് ഇറങ്ങി കച്ചറ കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി യാത്ര നടത്തിയാലും ഈ രാജ്യത്തെ മനസ്സ് കോൺഗ്രസിനോടൊപ്പം വരില്ല. ഈ രാജ്യത്തെ മനസ്സ് നരേന്ദ്രമോദിക്കും BJP-ക്കൊപ്പമാണെന്ന് ഓരോ തെരഞ്ഞെടുപ്പും ഇതുവരെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയിലേക്കുള്ള ഈ വിശ്വാസത, കോൺഗ്രസിനുള്ള വിശ്വാസത ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിനേക്കാൾ ഉപരിയായി നരേന്ദ്രമോദിയുള്ള വിശ്വാസം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. അല്ലാതെ KC വേണുഗോപാൽ പറയുന്നത് കേട്ട് ചെയ്യാനൊന്നും രാഹുൽ ഗാന്ധിയുടെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസത ഈ രാജ്യത്ത് തിരിച്ചു വരാൻ പോകുന്നില്ല. അതിനു വേണ്ടിയുള്ള ഒരു മീഡിയ ഗിമ്മിക്കിന് വേണ്ടിയുള്ള സ്റ്റണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. ഏതെങ്കിലും കാലത്ത് വിശ്വാസ്യത ഉള്ളതായിട്ട് BJP അംഗീകരിച്ചിരുന്നോ? വിശ്വാസം നഷ്ടപ്പെടണമെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഉണ്ടാവണമല്ലോ. BJP ഏതെങ്കിലും കാലത്ത് അംഗീകരിച്ചിരുന്നു അദ്ദേഹത്തിന് വിശ്വാസ്യത ഉണ്ടെന്ന്? അല്ല, രാഹുൽ ഗാന്ധിയുടെ വിശ്വാസതയല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന് ഈ രാജ്യം ഭരിച്ചൊരു പാർട്ടിയാണ്. ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ അവരെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ വിശ്വാസതയാണ് നഷ്ടപ്പെട്ടത്. കാര്യം കോൺഗ്രസിനെ ജനങ്ങൾ രാജ്യത്ത് വെറുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്ത് ഒരു നേതൃസ്ഥാനം പോലും കിട്ടാത്ത തരത്തിലേക്ക് കോൺഗ്രസിനെ രാഷ്ട്രീയത്തിൽ നിന്ന് രാജ്യത്തെ ജനങ്ങൾ മാറ്റി നിർത്തിയത്. പിന്നെ ക്ഷമ പറഞ്ഞല്ലോ, ഗുജറാത്തിൽ വോട്ടപകടം ഉണ്ടായി. അതെ, അത് ദുഃഖകരമായ സംഭവം തന്നെയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം. പക്ഷെ അതിനെല്ലാം BJP ആണ് കുറ്റം എന്ന് പറയുന്ന ഇവരുടെ കണ്ടെത്തലുണ്ടല്ലോ. ഗുജറാത്ത് ഭരിക്കുന്നത് BJP അല്ലേ വിഷ്ണു? ഈ മോർബി ബ്രിഡ്ജ് അപകടം ഉണ്ടായി, അതിന്റെ ഉത്തരവാദികൾക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തുവല്ലോ. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എവിടെയെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി സർക്കാർ നടപടി സ്വീകരിച്ചിരും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനെങ്ങനെയാണ് BJP-യുടെ ഉത്തരവാദിത്വം? കേരളത്തിൽ ഇവിടെ തിരൂരിൽ ബോട്ട് അപകടം ഉണ്ടായല്ലോ. അല്ല, ജാമ്യം പിന്നെ കോടതിയിൽ നിന്ന് ആർക്കാ കിട്ടാത്തത്? എല്ലാവർക്കും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. അതിന് സംശയം എന്താ? അത് കോടതിയാണ് കൊടുത്തത്, BJP അല്ലല്ലോ ജാമ്യം കൊടുത്തത്. ബ്രിഡ്ജ് പുനർനിർമ്മിച്ചത് ക്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ CEO ഒക്കെ ഇപ്പൊ ജയിലിലാണോ? അവർ ജാമ്യത്തിൽ ഇറങ്ങിയോ? എന്താ അവസ്ഥ? അല്ല, അതിന്റെ ഏതൊക്കെ നടപടികളെ പറ്റി എനിക്ക് വിശദാംശങ്ങൾ ഇപ്പോൾ എന്റെ കയ്യിൽ ലഭ്യമല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. തിരൂരിൽ ബോട്ട് അപകടം ഉണ്ടായതിന്റെ ഉത്തരവാദി മുഹമ്മദ് റിയാസ് ആണോ? ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ മുഹമ്മദ് റിയാസ് ആണോ എന്ന് പറഞ്ഞോട്ടെ. ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖകരമായ അപകടമുണ്ടായാൽ അതെല്ലാം അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത് കോൺഗ്രസിന് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. കോൺഗ്രസ് ഭരിച്ച ഏതെങ്കിലും സംസ്ഥാനത്ത് അവർക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും അവരെ ജനങ്ങൾ തൂത്തെറിയുകയാണ്. കോൺഗ്രസ് നേതാക്കൾ തെരുവിൽ കിടന്ന് തമ്മിൽ തല്ലുകയാണ് അധികാരത്തിന് വേണ്ടി. രാജസ്ഥാനിൽ അതുകൊണ്ടല്ലേ ഞങ്ങളുടെ വിജയം വളരെ എളുപ്പമായി ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞത്. കാരണം കോൺഗ്രസിനുള്ളിൽ പോലും കോൺഗ്രസ് നേതാക്കന്മാരെ ഒരുമിച്ച് നിർത്താനും കൂടെ കൊണ്ടുപോകാനോ അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തെ കൂടെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. അദ്ദേഹത്തെ പോലെ സാധാരണക്കാരായ ഒരു കോൺഗ്രസ്സുകാരനെ അയാൾ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ല, അഴിമതിക്കാരനാണെന്ന് പറഞ്ഞത് BJP ആണ്. അദ്ദേഹത്തെ ശാരദ ചിറ്റ് സ്കാമിൽ ചോദ്യം ചെയ്തത് നിങ്ങളുടെ CBI ആണ്. എന്നിട്ട് അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വിശുദ്ധനായി. അതാണ് പ്രശ്നം.
അല്ലെ, ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത്? അവർ ഓരോ ദിവസവും ഈ പാർട്ടി നിൽക്കാൻ കഴിയാതെ പുറത്തേക്ക് പോവുകയാണ്. കാരണം കോൺഗ്രസിൽ ഏക പ്രതിഷ്ഠതയേ ഉള്ളൂ, അത് കോൺഗ്രസ് കുടുംബമാണ്, രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിൽ നിന്ന് ഒരാൾ പുറത്തുപോയി ബി ജെ പിയിൽ ചേരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചേർന്നിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ആരെങ്കിലും പുറത്തുപോയി ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ചേർന്നവർക്കൊക്കെ എതിരെ അഴിമതി കേസുകളുണ്ടെന്നേ. അവരൊക്കെ പിന്നീട് വിശുദ്ധന്മാരാവുകയാണെന്നേ. അവർക്കെതിരെ ആരും ഒരു കേന്ദ്ര ഏജൻസിന് പിന്നെ പോയിട്ടില്ല. അപ്പൊ ആരാണെങ്കിലും പോവും. അഴിമതി നടന്നവരൊക്കെ ബി ജെ പി ചേരും. എന്താ സംശയം? അല്ല, കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാരൊക്കെ വിട്ടുപോകാറുണ്ട്. അതിൽ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലോ, അത് കോൺഗ്രസിന്റെ കുഴപ്പം കൊണ്ടാണ്. കോൺഗ്രസിന് സ്വന്തം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർ നൽകാൻ കഴിയുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കുടുംബമാണ്, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവരുടെ കയ്യിൽ ഇ ഡിയും സി ബി ഐ ഒക്കെ ആരും പോകില്ല. ഇപ്പൊ ബി ജെ പിയുടെ കയ്യിലാണ് ഇ ഡിയും സി ബി ഐ ഒക്കെ. സുവേന്ദു അധികാരിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ലേ, അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ലേ? ഇന്ന് അദ്ദേഹം വിശുദ്ധനല്ലേ? അജിത് പവാർ വിശുദ്ധനല്ലേ? ഹിമന്ത ബിശ്വ ശർമ്മ വിശുദ്ധനല്ലേ? അധികാരം ഇ ഡിയും സി ബി ഐ ഒക്കെ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് എത്തിയെങ്കിൽ അത് ജനങ്ങളാണ് ബി ജെ പിക്ക് അധികാരം നൽകിയത്. എന്തുകൊണ്ട് കോൺഗ്രസിനെ 10 വർഷക്കാലമായി ജനം പുറത്തിരുത്തി? കോൺഗ്രസ് ഉണ്ടല്ലോ. ഇന്നേ വരെ, കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിന്റെ വീട്ടിൽ ഇ ഡിയോ സി ബി ഐ റെയ്ഡ് എടുത്താൽ നമുക്ക് വാർത്തയെ കേട്ടിട്ടില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. യു പി എ ഭരണകാലത്ത് സി ബി ഐ ഭരണകക്ഷി മന്ത്രിയെ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. എ രാജ അറസ്റ്റിലായത് സി ബി ഐ ആണ് അറസ്റ്റ് ചെയ്തത്. ഇങ്ങനെയൊരു സംഭവമേ കാണുന്നില്ല. കാരണം അതിനർത്ഥം ബി ജെ പിയിൽ ചേർന്നാൽ ആ വാഷിംഗ് മെഷീനിൽ എല്ലാവരും വിശുദ്ധരാകുന്നു, പുറത്തു വരുമ്പോൾ വർഗീയത പ്രസംഗിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഹിമന്ത ബിശ്വ ശർമ്മയടക്കമുള്ളവർ ആസാമിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ പറ്റി പറയുമ്പോൾ, അയോധ്യയുടെ വിഷയങ്ങൾ രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണെന്ന് ഉറപ്പുണ്ടോ എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നതാണോ ആസാമിൽ നിലനിൽക്കുന്ന പ്രശ്നം? അങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നത്? അല്ല, ഞങ്ങൾ വ്യക്തിപരമായി ആരുടെയും എതിരെ പരാമർശങ്ങൾ നടത്തി. പരാമർശം പിൻവലിച്ചോ? ഹിമന്ത ബിശ്വ ശർമ്മ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞോ? അദ്ദേഹത്തെ ബി ജെ പി ശാസിച്ചോ? അത് ചെയ്യരുതെന്ന് ഏതെങ്കിലും ബി ജെ പി ദേശീയ നേതൃത്വം പറഞ്ഞോ? അല്ല, ഒറ്റപ്പെട്ട ആരുടെയെങ്കിലും പരാമർശങ്ങൾക്ക് ഉത്തരമല്ല നൽകേണ്ടത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് ഹേമന്ത് ബിശ്വ ശർമ്മ ആസാമിൽ ഉയർത്തിയ പ്രശ്നങ്ങളുണ്ട്, ആസാം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനോ അതിനുവേണ്ടി സംസാരിക്കാനോ എപ്പോഴെങ്കിലും അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലോ ഇപ്പോൾ ബി ജെ പി യാത്ര നടത്തുന്നല്ലോ, എവിടെയെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് യാത്രയുടെ പേരിൽ സംസ്ഥാനത്ത് കലാപം ഉണ്ടാകുക. ഇപ്പോൾ ഔദ്യോഗികമായ എക്സിലൂടെ അവിടുത്തെ DGP പുറത്തുവിട്ടിട്ടുണ്ട്. ഒരുപാട് പോലീസുകാർക്ക് വലിയ പരിക്ക് സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പോലീസുകാർക്ക് പരിക്കുണ്ടാകുന്നത്? കാരണം യാത്രയിൽ ഒരു അക്രമം സൃഷ്ടിക്കാൻ, ആസാമിനെ കലാപകലുഷിതമാക്കാൻ വലിയ കലാപങ്ങൾ ആസാമിൽ നടന്നിട്ടുണ്ട്. ഇന്ന് ആസാം ശാന്തമാണ്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആസാമിന്റെ സംസ്കാരം സമാധാനത്തൊപ്പടമാണ്. ആ സമാധാനം നിലനിൽക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. കാരണം കലാപമുണ്ടാക്കി മതപരമായി ഒരു വിഭജനം നടത്തിയാൽ മാത്രമേ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയൂ. രാഷ്ട്രീയമായി വിഭജനം ആഗ്രഹിക്കുന്നു, മതപരമായ വിഭജനം ആഗ്രഹിക്കുന്നു, സാമുദായികമായ വിഭജനം കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ അകറ്റിയത്. വീണ്ടും അത്തരത്തിലുള്ള സമൂഹത്തിൽ കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ വിഷ്ണു, മണിപ്പൂരിൽ ആ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണോ? അല്ല, അതെ, ആ ചർച്ചയിലോട്ട് വന്നത് ഒരു നിമിഷം വിഷ്ണു പറയട്ടെ. അയ്യോ മാഡം സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. നിങ്ങൾ പറഞ്ഞ വിവരദോഷങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ചാനലിൽ ഇരുന്ന് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പലതിനും ഞാൻ മറുപടി പറയാതെ പോയത്. അതുകൊണ്ട് ഞാൻ അതിനെ ഗൗനിക്കുന്നില്ല. UPA സർക്കാരിന്റെ 10 വർഷക്കാലം എത്ര നാൾ ബ്ലോക്കേഡ് ഉണ്ടായിരുന്നു മണിപ്പൂരിൽ, എത്രയോ കലാപങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ 300 അഫ്സ പോലും പിൻവലിക്കാൻ കഴിയാത്ത വലിയ ദുരന്തമായ സാഹചര്യം മണിപ്പൂരിൽ നിലനിന്നുണ്ട്. എത്രയോ കലാപങ്ങൾ. ഈ കലാപങ്ങളുടെ കണക്കുകളെല്ലാം ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അക്കമിട്ട് സഭയിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് മൻമോഹൻ സിംഗിന് കുറ്റമില്ലായിരുന്നു, ആസാം ഭരിച്ച കോൺഗ്രസിന് കുറ്റമില്ലായിരുന്നു. കാരണം ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്, അവർക്ക് മണിപ്പൂരിൽ അധികാരമില്ല. അവിടെ ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ, എത്രയോ 60 വർഷത്തോളം പഴക്കമുണ്ട്. അവിടുത്തെ വിവിധ ഗോത്ര വിഭാഗങ്ങൾ വിവിധ സമയങ്ങളിൽ കാലഘട്ടങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗോത്രവർഗം താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാതെ ബ്ലോക്കേഡുകളുടെ വലിയൊരു താളുകൾ വർഷങ്ങളോളം മണിപ്പൂരിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷമാണ് അത് മാറ്റിയത്. ഇപ്പോഴും ആ പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് തന്നെയാണ് അങ്ങനെ ഒരു പ്രശ്നം.
അതേ അജിംസെ, ചില പ്രശ്നങ്ങൾ മണിപ്പൂരിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റ് സ്ഥലത്തെ പോലെ ഏകപക്ഷീയമായി സർക്കാരിന് ചില ഗ്രാമങ്ങളിലേക്ക് അവിടെ കടന്നു ചെല്ലാൻ കഴിയില്ല. ജനങ്ങൾ കല്ലും വടിയും എടുത്ത്, നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്, ഞാൻ ആ മണിപ്പൂരിലേക്ക് കൂടുതൽ പോകുന്നത്, ജനങ്ങൾ കല്ലും വടിയും എടുത്ത് അക്രമോത്സുകരായി തെരുവിലേക്ക് ഇറങ്ങി സൃഷ്ടിക്കുന്ന വലിയ പ്രതിസന്ധികൾ വളരെ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടാണ് ഇപ്പോൾ മണിപ്പൂർ വളരെ വേഗം ശാന്തമാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ഒരു ശാന്തത ഉണ്ടാവാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് അവിടെ എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് വീണ്ടും കലാപത്തിലേക്ക് നീട്ടിവിട്ടിക്കൊണ്ട് അവിടെ ഒരു വർഗീയ കലാപം ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിന് മണിപ്പൂരിനോടോ ജനതയോടോ ആസാമിനോടോ അല്ല സ്നേഹം, കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ അധികാര സ്ഥാനത്തോടും കസേരയോടും മാത്രം. അതുകൊണ്ടാണ് കോൺഗ്രസ് ഗാന്ധി ഇപ്പോൾ അസ്വസ്ഥനായിരിക്കുന്നത്. കാരണം അയോധ്യ കഴിഞ്ഞതോടുകൂടി കോൺഗ്രസിന്റെ നിയന്ത്രണം വിട്ടുപോയി. ഞങ്ങൾക്ക് അയോധ്യയിൽ പോകാനും പറ്റിയില്ല, തെരുവിൽ കിടക്കേണ്ടിയും വരുന്നു. കാരണം ലീഗിനെ CPM അവർക്ക് ഭയമാണ്. നരേന്ദ്രമോദി ആരെയും ഭയക്കുന്നില്ല. ക്ഷണമനുസരിച്ച് അദ്ദേഹം അയോധ്യയിൽ പോകുന്നു, അദ്ദേഹത്തെ ക്ഷണിക്കുന്നിടത്ത് പോകുന്നു, അദ്ദേഹം പ്രാണപ്രതിഷ്ഠയിൽ പങ്കാളികളാവുന്നു. നിങ്ങൾ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? നിങ്ങളെയും ക്ഷണിച്ചിരുന്നല്ലോ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. നിങ്ങൾ ബഹിഷ്കരിച്ചതല്ലേ? നിങ്ങൾ അയോധ്യയെ ബഹിഷ്കരിച്ചതിന്റെ വലിയ നിലപാടും ജനങ്ങളും നിങ്ങൾക്കെതിരായി രാജ്യത്ത് മാറിയിരിക്കുന്നതിന്റെ അസ്വസ്ഥതയാണ്. ഇപ്പോൾ നിങ്ങൾ ആരും കിടന്ന് വിലപിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. ജനവികാരം ഇതിനെല്ലാം എതിരായി ഉണ്ടാകുമെന്നുള്ളത് വൈകാതെ കോൺഗ്രസിന് മനസ്സിലാകും. ശരി വിഷ്ണു. ആനന്ദ് കൊച്ചൂടി, ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ BJPയുടെ 2024 ട്രംപ് കാർഡാണ്. അത് തന്നെയാണ് അവർ ഈ ഇലക്ഷനിൽ ഉപയോഗിക്കുക. ഇനി അധിക സമയമില്ല ഇലക്ഷന്. കാരണം മറ്റെന്തെങ്കിലും ഒരു ബിഗ്ഗർ ഇവന്റ് ഇനി നടപ്പാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സമയം പോലും ഇനി BJPക്ക് ഇല്ല. 2019 പുൽവാമ നടന്നത് ഡിസംബറിലായിരുന്നു. അത് വലിയ തോതിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞു. അപ്പോൾ രാമക്ഷേത്രമായിരിക്കും പ്രധാനപ്പെട്ട ട്രംപ് കാർഡെന്ന് ഉറപ്പായി കഴിഞ്ഞു. അവിടെ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര കോൺഗ്രസിന് എത്രമാത്രം വലിയ ഒരു ആയുധമായി മാറും? ഈ ഭാരത് ജോഡോ ന്യായ യാത്ര കൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല. ഇതിനു മുൻപുള്ള ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം തെലങ്കാനയിൽ അതിൻ്റെ ചില അനുരണനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ തെലങ്കാനയിലെ വിജയം അത് കുറച്ചൊക്കെ ഭാരത് ജോഡോ യാത്രയുടെ അതിൻ്റെ കൂടി ഒരു ക്രെഡിറ്റ് അവകാശപ്പെടുന്നു. കർണാടകത്തിൽ അതിനു മുൻപ് വിജയമുണ്ടായതും അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റും ഉണ്ടായില്ല എന്ന തരത്തിലുള്ള വിശകലനങ്ങളാണ് വന്നത്. ഈ ഭാരത് ജോഡോ യാത്ര, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാരത് ജോഡോ ന്യായ യാത്ര, ഇത് കോൺഗ്രസിൻ്റെ സംഘടന ആ സംസ്ഥാനങ്ങളിലൊക്കെ ഒന്ന് ഉണരാനും അവിടെയൊക്കെ ഉള്ള ഈ നിരാശരും ഹതാശരുമായി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കോൺഗ്രസ്സുകാരെ ഒന്ന് ഊർജം കൊടുക്കാനുമൊക്കെയുള്ള ഒരു കാര്യമാണ് ഈ ഭാരത് ജോഡോ ന്യായ യാത്ര. പിന്നെ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉയർന്നു വരാനും ഒക്കെയാണ് ഈ ഭാരത് ജോഡോ ന്യായ യാത്ര കൊണ്ട് കോൺഗ്രസും ഒക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ത്യ ബ്ലോക്ക് എന്ന ആ ഒരു മുന്നണി ഈ BJPയുമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി, അതായത് ഈ 543 സീറ്റിൽ ഒരു 443 സീറ്റിലെങ്കിലും 450 സീറ്റിലെങ്കിലും ഒരു 1:1 ഡയറക്റ്റായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചാൽ ഇപ്പോഴും BJPക്ക് ഭയമുണ്ട്. കാരണം ഇപ്പോഴും BJPക്ക് 42-43 NDA ഉൾപ്പെടെ ആ ഒരു ശതമാനത്തിൽ കൂടുതൽ എത്തിയിട്ടില്ല. അപ്പോൾ ഈ അയോധ്യ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇപ്പോൾ വലിയ ആഘോഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ തവണ ഉത്തര ഇന്ത്യയിൽ അവർക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ മിക്ക സംസ്ഥാനത്തും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാനില്ല. അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് 303 സീറ്റാണ്. അതിൽ ഒരു 100 സീറ്റ് കുറയാതെ ഒരു 50 സീറ്റൊക്കെ കുറഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ ആ സീറ്റുകൾ കൂട്ടാനാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷേ അത് കൂട്ടാൻ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ കോൺഗ്രസും മറ്റു പാർട്ടികളും എല്ലാം ഒന്നിച്ചുകൂടി ഒരു ഡയറക്റ്റ് ഫൈറ്റ് വന്നാൽ അപ്പോൾ BJPക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ട്. ഈ ഭാരത് ജോഡോ ന്യായ യാത്ര അങ്ങനെ ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മാത്രം ഉതകുന്ന ഒരു യാത്രയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. പിന്നെ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയൊക്കെ നടക്കുമ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ ആശയം? കോൺഗ്രസിൻ്റെ ഈ ഹിന്ദുത്വവുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഐഡന്റിറ്റി പൊളിറ്റിക്സ്, ഹിന്ദു ഐഡന്റിറ്റി പൊളിറ്റിക്സ്, മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയം കോൺഗ്രസിന് പറയാൻ സാധിക്കാത്തത് കോൺഗ്രസിൻ്റെ വലിയൊരു ന്യൂനതയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞാൽ അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി അദ്ദേഹം മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ്, സ്വത്ത് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ശശി തരൂറോ മറ്റൊരു നേതാവോ ആ ഒരു രീതിയിൽ കോൺഗ്രസിൻ്റെ
ഒരു സ്വത്വ രാഷ്ട്രീയം, ഹിന്ദു സ്വത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് മൃദു ഹിന്ദുത്വമെന്ന് ഇവിടെ CPMകാരും ഇവിടെ ഈ മുസ്ലിം വോട്ടുകൾ മാത്രം 10 മുസ്ലിം വോട്ടുകൾ കിട്ടട്ടെ എന്ന് പറയുന്ന, ഈ വരട്ടെ എന്ന് പറയുന്ന ഈ CPM പോലെയുള്ള പാർട്ടികൾ അതിനെ ആടിനെ പട്ടിയാക്കുന്ന രാഷ്ട്രീയം കളിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ഇത് ഈ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ പറയാതെ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ ഇറക്കാതെ ഈ ജോഡോ യാത്ര കൊണ്ട് മാത്രം കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കോൺഗ്രസ് എങ്ങനെയാണ് BJPയിൽ നിന്ന് വിഭിന്നമാകുന്നത്? വർഗീയത, BJPയുടെ ഹിന്ദുത്വ കാർഡ് ഇറക്കിയുള്ള വർഗീയത, അതായത് നൂറ്റാണ്ടുകളായിട്ടുള്ള അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയാണ് എന്ന തരത്തിൽ ഈ മുസ്ലിം ഐഡന്റിറ്റിയെ, മുസ്ലിം സ്വത്വത്തെ ഒരു വില്ലനായി കാഴ്ചവെച്ചുകൊണ്ട് മുഗൾ ഭരണം ഉൾപ്പെടെ ഇവിടെ അടിമത്തമായിരുന്നു അന്നൊക്കെ നടന്നത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ഇവിടെ ഹിന്ദുക്കളെ യുണൈറ്റ് ചെയ്യാൻ, യോജിപ്പിക്കാൻ നോക്കുന്ന BJP, അതായത് മുസ്ലിം വിരോധം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളെ എല്ലാം ഒന്നിപ്പിച്ച് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന BJP രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ കോൺഗ്രസിന് പറ്റിയാൽ കൂടിയാണ് ഈ അയോധ്യ പോലെയുള്ള പ്രാണപ്രതിഷ്ഠയൊക്കെ കോൺഗ്രസിന് മറികടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് മൃദു ഹിന്ദുത്വമാണ് എന്ന് CPM പോലെയുള്ള പാർട്ടികൾ പറയുമ്പോൾ അതിനെ കേരളത്തിലെ നമ്മുടെ ഈ ഇതുപോലെയുള്ള ചർച്ചകളിലൊക്കെ ആ കാര്യത്തെ കൂടി കുറച്ചുകൂടി ഓപ്പണായിട്ട്, കുറച്ചുകൂടി നമ്മൾ തുറന്ന സമീപനത്തോടെ കാണണം എന്നുകൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ശരി, ഷമാ മുഹമ്മദ്, അതായത് ഹിന്ദുത്വയുടെ ഏറ്റവും പ്രോ വേർഷനാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കൗണ്ടർ ചെയ്യുക? അതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ എടുത്തിട്ട് കൗണ്ടർ ചെയ്താൽ അത് ആര് സബ്സ്ക്രൈബ് ചെയ്യും? അത് കൗണ്ടർ ചെയ്തെന്ന് പറഞ്ഞാൽ രാഹുൽജി എപ്പോഴും പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാം, നിങ്ങൾ ഏത് മതം പ്രാക്ടീസ് ചെയ്യാം, നമുക്ക് പ്രശ്നമില്ല. രാഹുൽജിയുടെ, നമ്മളെ കോൺഗ്രസ് പാർട്ടിയുടെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ കറപ്ഷന്, ഞാൻ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ചൈന ഞങ്ങൾ 2000 സ്ക്വയർ കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എടുത്തു കഴിഞ്ഞിട്ട് ഇന്ത്യൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി വന്ന് ചൈന ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുമില്ല, ഒരു മിലിറ്ററി പോസ്റ്റും എടുത്തിട്ടില്ല. അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സംസാരം. അപ്പോൾ ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളുമുള്ള വിഷയം, കാസ്റ്റ് പ്രശ്നങ്ങൾ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്കറിയാലോ, ദളിത്തിൻ്റെ മേലെയുള്ള ആക്രമങ്ങൾ. അപ്പം ഈ വിഷയങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യയിൽ. പിന്നെ ജനാധിപത്യം തകർന്ന സമയമാണത്, അൺഡിക്ലെയർഡ് ഡെമോക്രസി. ഞാൻ 2-3 കാര്യം വിഷ്ണു പറഞ്ഞ മേലെ, വിഷ്ണു എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ 136 മരണപ്പെട്ടു, ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല, ഞങ്ങളെ ഉത്തരവാദിത്തമല്ല, BJPയുടെ പ്രശ്നമല്ല. അതിന് 55 വരെ മോർബയിൽ കുട്ടികളായിരുന്നു, പിഞ്ചു പൈതൽ. ഒരു മലയാളി കേൾക്കണമെന്ന് ഇവിടെ ഇരിക്കുന്ന BJPയുടെ വക്താവ് പറയാ, അവനൊരു ചുക്കുമല്ല, 55 കുട്ടികളെ മരിക്കട്ടെ, എനിക്കൊന്നുമില്ല, ഞങ്ങളെല്ലാം ഉത്തരവാദിത്തം എടുക്കുന്നത്. അവരെ സർക്കാർ അവിടെ, അവരെ കോർപ്പറേഷനാ മോർബിയിൽ, അവരെ വഡോദര കോർപ്പറേറ്റർ ആശീഷ് ജോഷി എന്താ പറഞ്ഞെന്നറിയോ, ഞാൻ അയോധ്യയിൽ പോവില്ല, അവിടുത്തെ ഓഫീസേഴ്സ്, വഡോദര മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഓഫീസേഴ്സിനെ നിങ്ങൾ ജയിലിലിടണം. ഞാനല്ല പറയുന്നത്, നിങ്ങളെ സ്വന്തം ആശീഷ് ജോഷി എന്ന് അവന്റെ പേര്, ആ കോർപ്പറേറ്റർ പറയുന്നതാണ്. അവര് പറയുന്നതാണ് നിങ്ങളാണ് ഉത്തരവാദിത്തം, നിങ്ങളെടുത്താന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് പറയാം അതിലും 16 കുട്ടികൾ. അപ്പൊ എത്ര കുട്ടികളെ മരണപ്പെടുന്നു? പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങളെ കോർപ്പറേഷൻ ഇൻവോൾവ്, ഇത് വെറൊരു ബിസിനസ്സുകാരനല്ല, നിങ്ങളെ കോർപ്പറേഷൻ കൊടുത്ത പെർമിഷൻ, നിങ്ങളെ കോർപ്പറേഷൻ അതിൽ ക്ലോസ്ലി ഇൻവോൾവ് ആണ് ഇതിൽ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഉത്തരവാദിത്തം എടുത്തിട്ടില്ലെങ്കിൽ നാളെ ആരും ജയിലിൽ പോയിട്ടില്ല, ഇനിയും ഇങ്ങനത്തെ അപകടം വരും, ഇനിയും കുട്ടികൾ മരണപ്പെടും. പക്ഷെ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് സ്ത്രീകൾ മരണപ്പെട്ട പ്രശ്നമില്ല, സ്ത്രീകൾ ബലാത്സംഗം ചെയ്ത പ്രശ്നമില്ല, നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് വെറും അധികാരത്തിൽ വേണം. മണിപ്പൂരിൽ എന്താ പറഞ്ഞത്? മണിപ്പൂരിൽ നിങ്ങൾ പറഞ്ഞത് ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം മണിപ്പൂരിൽ ഉണ്ടായിട്ടില്ല, മണിപ്പൂരിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മേത്തീസ് കുക്കീസിന്റെ അവിടെ പോകാൻ പറ്റില്ല, കുക്കീസ് മേത്ത് അത് അവരെ സമയത്ത് കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഇനി ഒരു കലാപം ചെയ്യൂന്ന്, എന്ത് നോൺസെൻസ് ആണ് ഇവിടെ വന്ന് TV പറയുന്നത്. അവിടെ ആ സമയത്ത് നടന്നു, അപ്പൊ ഇപ്പൊ സമയത്ത് നമുക്ക് ഒരു ചുക്കില്ല. ആരെങ്കിലും ഇത് പേർപ്പസ്ഫുള്ളി ആരെങ്കിലും നടത്തിപ്പിക്കോ? നിങ്ങളെ സമയത്ത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ഓ ഇവിടെ ഒന്നും ഇല്ലാലേ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളെ സമയത്തല്ലേ ഡൽഹിയിൽ നടന്നത്? ഒരു രാഷ്ട്രപതി വരുമ്പം, അമേരിക്കൻ രാഷ്ട്രപതി ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഞങ്ങളെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്. അവിടെ കലാപം ഡൽഹിയിൽ, അതും ഇന്ത്യയുടെ ക്യാപിറ്റലിൽ കലാപം. എന്നിട്ട് എന്ത് ചെയ്തു അമിത്ഷാ? എന്തുകൊണ്ട് മിലിറ്ററിനെ വിളിച്ചിട്ടില്ല? അന്നും വേണ്ട, കലാപം നടക്കട്ടെ, ഭിന്നിപ്പിക്കട്ടെ, എന്നാൽ നമുക്ക് ജയിക്കാൻ പറ്റും. അമേരിക്കൻ രാഷ്ട്രപതി വന്ന് ആര് വന്നാലും നമ്മൾ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രം ചെയ്യും, അതാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു മനുഷ്യൻ, രാഹുൽ ഗാന്ധി പറയുന്ന ഈ നഫ്രത് കെ ബാസാർ മേ മുഹബ്ബത്ത് കി ദുഖാൻ കോൽന. അദ്ദേഹത്തിന് ഈ വെറുപ്പിന്റെ രാഷ്ട്രം വേണ്ട. അദ്ദേഹം പറയാൻ ഞങ്ങളെല്ലാം ഇന്ത്യൻസ് ആണ്.
മഹാത്മാഗാന്ധി ഞങ്ങളെല്ലാം ഈ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രം വേണ്ട, നിങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാഷ്ട്രം അറിയാം നമുക്ക്. ഇപ്പൊ നിങ്ങൾ എന്താ കേരളയിൽ ചെയ്യുന്നത്? ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രം. എന്നിട്ട് ക്രിസ്ത്യൻസും ഹിന്ദുസ്, ഹൈകാസ്റ്റ് ഹിന്ദുസിന്റെ വോട്ട് എടുത്താൽ നിങ്ങൾക്ക് വേണ്ടത് ജയിക്കേണ്ടത്. അതുകൊണ്ടല്ലേ നരേന്ദ്രമോദി വരുന്നത്, അതുകൊണ്ടല്ലേ അദ്ദേഹം വരുന്നത് അവിടെ. അദ്ദേഹത്തിന് അവിടെ ജയിക്കണം. അപ്പൊ നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂരിൽ ഏതായാലും അവരെ സർക്കാരുണ്ട്. അവരെ സ്വന്തം ബിരേൻ സിംഗിന്റെ MLAs പറയുന്നത് നമുക്ക് ഇദ്ദേഹത്തിന്റെ മേലെ വിശ്വാസമില്ല. എന്നിട്ടും ബിരേൻ സിംഗിനോട് പറഞ്ഞിട്ടില്ല, റെസിഗ്നേഷൻ എടുത്തിട്ടില്ല, ബിരേൻ സിംഗിന്റെ റിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതല്ലേ പ്രശ്നം ഇവിടെ. ഇവിടെ അജിംസെ 2014 ശേഷം അക്കൗണ്ടബിലിറ്റി ഇല്ല. നിങ്ങൾ പറഞ്ഞ പോലെ CBI ആണ് രാജനെ അറസ്റ്റ് ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. CBI എന്ന് പറയുന്നത് UPA സർക്കാരിന്റെ. ഞങ്ങളെ സമയത്ത് ഏത് ആരോപണം ഉണ്ടായാലും അത് അശ്വിനി കുമാറിനോട് നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് ഡൗൺ, രാജിവെക്കണം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അശോക് ചവണിനോട് പറഞ്ഞ് രാജിവെക്കണം. പവൻ ബൻസൽ ഒരു റെയിൽവേ ഇഷ്യൂടെ രാജിവെക്കണം. അപ്പൊ നമുക്ക് അന്വേഷണം ഒരു ക്ലിയർ ആയിട്ടുണ്ടാകും. ഇവിടെ നമുക്കറിയാം ആശീഷ് കുമാർ തേനിയുടെ ഹോം മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അന്ന് ലഖീംപൂർ കേരിയിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്? ലഖീംപൂർ കേരിയിൽ അദ്ദേഹത്തിന്റെ മകൻ ഒരു മർഡർ കേസിൽ ഇൻവോൾവ് ആണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് അവര് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരു അവസരമായി ഈ യാത്രയെ രാഹുൽ ഗാന്ധി മാറ്റുന്നു. അതേസമയം തന്നെ BJP അതിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ അത് തങ്ങൾക്ക് കൂടുതൽ അവസരമായി മാറുന്നു എന്നാണ് രാഹുൽ പറയുന്നത്. അത് അവസരമാവുമെന്ന് കൊണ്ട് BJP അതിൽ നിന്ന് പിന്മാറുമോ, അതല്ല കൂടുതൽ ഈ യാത്രയെ തടയാൻ ശ്രമിക്കുമോ എന്നാണ് കാണേണ്ടത്. വളരെ നന്ദി ശ്രീ വിഷ്ണു, ഷമാ മുഹമ്മദ്, ആനന്ദ് കൊച്ചൂടി ഇത്രയും സംസാരിച്ചത്.